മജ്ജയും മാംസവുമുള്ള ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാനാകില്ലെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ച മഹാത്മാവിന്റെ വേർപാടിന് 76 വർഷങ്ങൾ തികയുന്നു. കൊടും തണുപ്പിന്റെ ജനുവരിയിൽ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ തണുത്തു മരവിച്ചിരുന്ന ദിനം 1948 ജനുവരി 30. ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ ഒരു പ്രാർത്ഥനായോഗത്തിന് നേതൃത്വം നൽകാൻ പോവുകയായിരുന്നു ഗാന്ധിജി. പക്ഷേ നാഥുറാം വിനായക് ഗോഡ്സേക്ക് മഹാത്മാവിന്റെ ജീവനെടുക്കാനുള്ള ദിനമായിരുന്നു അന്ന്. 8 അംഗ സംഘമായിരുന്നു അവരുടേത്. പ്രാർത്ഥനായോഗത്തിനിടെ 35 അടി ദൂരെ നിന്ന് വെടിയുതിർക്കാനായിരുന്നു ഗോഡ്സെയുടെയും സംഘത്തിന്റെയും പദ്ധതി. അന്ന് പ്രാർത്ഥനായോഗത്തിലെത്തിയ ഗാന്ധി ഏറെ സന്തോഷവാനായിരുന്നു. അവിടെ തടിച്ചുകൂടിയ 100 കണക്കിന് ആളുകൾക്കിടയിലൂടെ ഗാന്ധിജി മെല്ലെ നടന്നു. ഉടൻ തന്നെ മുൻ പദ്ധതി ഉപേക്ഷിച്ച് ഗാന്ധിക്ക് മുന്നിൽ ഗോഡ്സെ എത്തുകയായിരുന്നു. മുൻപേ പരാജയമായി പോയ വധശ്രമങ്ങൾ പോലെയൊന്ന് ഗോഡ്സെ എന്ന തീവ്രവാദിക്ക് ഒരിക്കലും ചിന്തിക്കാനാകില്ലായിരുന്നു. ഗോഡ്സെ പ്രാർത്ഥനാ വഴിയിൽ വിലങ്ങനെ നിന്നു. ശേഷം വന്ന കാര്യം പൂർത്തിയാക്കി. പക്ഷെ മരണത്തിലും ഗാന്ധി വിജയി തന്നെയാണ്. കാലമെത്ര കഴിഞ്ഞാലും ഗാന്ധിയൻ ആശയങ്ങൾ അതേ പകിട്ടോടെ ഓരോ ഭാരതീയനും കാത്തുസൂക്ഷിക്കും.